അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു ആമസോണിൽ നിന്ന് ഒരു വീഡ് കട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോർട്ടബിൾ വീഡ് കട്ടറാണ്, ഗ്രാസ് കട്ടർ എന്നൊക്കെ പറയാം. വീഡ് കട്ടർ, ഗ്രാസ് കട്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗാർഡനിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ള സംഭവങ്ങളെന്ന്, എന്തൊക്കെ ഐറ്റംസാണ് ഇതിലുള്ളതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പറ്റുകയാണെങ്കിൽ ഇതിൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പാക്കിംഗ് ഉണ്ട്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, വീഡ് കട്ടർ. നമുക്ക് ഇനി ഇതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോൺ മൂവർ, കോഡ്ലെസ് ഇലക്ട്രിക് ലോൺ മൂവർ, അങ്ങനെയാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ പേര് സാൻസിയ. ഞാൻ കമ്പനിയുടെ പേരൊന്നും നോക്കിയില്ല, എൻ്റെ ഒരു കസിൻ മേടിച്ച സാധനമാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ മേടിച്ചൊരു കട്ടറാണ് കേട്ടത്. അപ്പോൾ ഇതിൽ അവർ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൊട്ടേഷൻ ബട്ടൺ, അതൊക്കെ ഇതിൻ്റെ ടെക്നിക് സൈഡായിരിക്കും. പിന്നെ ബ്ലേഡ് ഉണ്ട്, എക്സ്റ്റെൻഡബിൾ പോളുണ്ട്, പിന്നെ സ്വിച്ച് ട്രിഗർ, അത് ഈ സാധനം, പിന്നെ സേഫ്റ്റി ലോക്ക് ബട്ടൺ, അതൊക്കെ നോർമൽ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ അതിൻ്റെ വെറൈറ്റി കട്ടേഴ്സ് ഉണ്ട്, അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡ് കട്ടർ. ഇതിൻ്റെ വീലുണ്ട്, സേഫ്റ്റി ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള സേഫ്റ്റി ഗ്ലാസ് ഉണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള എക്യുപ്മെൻ്റ് ഇതാണ്. ഇനി ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിച്ച് നോക്കണം. ഇത് അതിൻ്റെ ബ്ലേഡ്സ് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ബ്ലേഡ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിക്കുന്നതെന്ന് അറിയില്ല. ഇതൊരു ബ്ലേഡാണ് ഈ സാധനം. പിന്നെ അതിൻ്റെ വേറെ ടൈപ്പ് ബ്ലേഡ്, ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ ടൂളായിരിക്കും. ഇത് രണ്ടും ടൂൾസാണ്. പിന്നെ ഇതിൽ ബാറ്ററി, ചാർജർ, ബാറ്ററി ഉണ്ട്. ഇതിൻ്റെ ചാർജർ, 2 ബാറ്ററി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 48 വോൾട്ടിൻ്റെ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചാർജ് ആക്കേണ്ടതെന്നും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്ലേഡാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലേഡ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു സേഫ് ഗാർഡ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഗാർഡ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗാർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്ക്രൂ അവർ തന്നിട്ടുണ്ട്, ഒരു LN key സ്ക്രൂ. അപ്പോൾ ആ സ്ക്രൂ നമ്മൾ ഇതിൽ കണക്ട് ചെയ്താൽ LN keyയുടെ തന്നെ ഒരു സ്പാനറും തന്നിട്ടുണ്ട്. ആ സ്പാനർ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗാർഡ് നമ്മൾ ഫിക്സ് ചെയ്ത്, ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇനി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ബ്ലേഡാണ്. അപ്പോൾ ഈ ബ്ലേഡിന് ആദ്യം ഫിക്സ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ട്രിക്കി പാർട്ടുകളുണ്ട്. കാരണം ഇത് വെറുതെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ആദ്യം ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക. സ്ക്രൂ ഫിക്സ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഹോളിൻ്റെ ഉള്ളിലായിരിക്കണം ഈ സ്ക്രൂ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഹോളിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ തിരിക്കുക.
ഇങ്ങനെ തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം ലാസ്റ്റിൽ ഇത് കറക്റ്റായിട്ട് കൊണ്ട് വെച്ചാലും മതി. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കും. ഇനി നമ്മൾ ഈ ബ്ലേഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ടൈറ്റ് ആവും. അപ്പോൾ ഇവിടെ ഒരു 2 ഗാഡി ഉണ്ട്, ആ ഗാഡിയിൽ കറക്റ്റായിട്ട് ബ്ലേഡ് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു വാഷറുണ്ട്, ഈ വാഷറും വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ലോക്ക് നട്ട് ഉണ്ട്, ഈ ലോക്ക് നട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ലോക്ക് നട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം നമ്മൾ ഹോൾഡ് ചെയ്യണം. ഈ റെഡ് കളർ ക്യാപ്പ് അത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സാധനം ടൈറ്റായി. പിന്നെ ഇതിനിവിടെ ഒരു അഡ്ജസ്റ്റബിൾ ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ കണ്ടോ, ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മുകളിലേക്കോ അടിയിലേക്കോ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. ഇത്രയും തിരിക്കാൻ പറ്റാവുന്നൊരു അഡ്ജസ്റ്റബിൾ ബട്ടണാണിത്. അപ്പോൾ അത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ബട്ടൺ നമുക്ക് ഈ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇത്രയേ ഉള്ളൂ. ഇനി ലെങ്ത്ത് കൂട്ടണമെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത്ത് നമുക്ക് കൂടും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലേഡ് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിനിങ്ങനെ ആക്കുകയാണ്. അങ്ങനെ ആക്കുമ്പോൾ കറക്റ്റ് ഇത് കിട്ടും. ബ്ലേഡ് കട്ട് ചെയ്യാനുള്ള പുല്ല് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് ഈ ബാറ്ററിയാണ്. ഇതിലിപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഒരു ഡെമോ കാണിക്കാനുള്ള ഒരു ചാർജ് ഇതിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഡെമോ കാണിച്ചു നോക്കാം. പിന്നെ ഇത് നമ്മുടെ ഹാൻഡിൽ ബാറാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇടുന്നു. ഇനി ഈ സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യണം. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ബലം പിടിച്ചു കഴിഞ്ഞാൽ സാധനം പൊട്ടി നാശമാവും. അധികം ബലമൊന്നും പിടിക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. തീരെ മോശം സാധനമല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഹാൻഡിൽ ബാറും ഉണ്ട്. ഇതിങ്ങനെ പുല്ലിങ്ങനെ വെച്ച് കട്ട് ചെയ്യുകയും ചെയ്യാം. ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയ കാരണമാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സേഫ്റ്റി ലോക്ക് ഇവിടെയാണ് കേട്ടോ. അതുകൊണ്ടോ ഇതിൻ്റെ സേഫ്റ്റി ലോക്ക് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും റൈറ്റ് ഹാൻഡ്സ് ആണല്ലോ, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ബാറ്ററി മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്യണം കേട്ടോ. ബാറ്ററി ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി. ബാറ്ററി ഫിക്സായി. അപ്പോൾ ഒരു ബാറ്ററി കൊണ്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ വർക്ക് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എത്ര നേരം വർക്ക് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. നല്ല മോട്ടർ, നല്ല പവറുണ്ട്, നല്ല പവറുള്ള മോട്ടറാണ്. ഇനി നമുക്ക് ഗ്രാസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രാസ് കട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഈ ബ്ലേഡ് നമുക്ക് അധികം കട്ടിയുള്ള പുല്ല് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ചെറിയ പുല്ലുകളില്ലേ, അങ്ങനത്തെ പുല്ലുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ബ്ലേഡ് വെച്ച് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഈ സാധനം സ്റ്റക്കായിട്ട് ലൂസായി. അപ്പോൾ നമ്മുടെ ഈ ബ്ലേഡ് മാറ്റുകയാണ്. ഈ ബ്ലേഡ് മാറ്റുമ്പോൾ നമ്മൾ ഈ ഗാർഡ് അടക്കം മാറ്റണം കേട്ടോ. എന്നാലാണ് നമുക്ക് വലിയ ബ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും
ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ സൈസാണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളിനി ഫിക്സ് ചെയ്യാൻ പോകുന്നത് വലിയ ബ്ലേഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ വലിയ വലിപ്പം കൂടിയ സേഫ് ഗാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വയ്ക്കുന്നു. നമ്മൾ പഴയ പോലെ തന്നെ സ്ക്രൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ സൈസ് കൂടിയ സേഫ് ഗാർഡ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഈ ക്യാപ്പ് പഴയ പോലെ ക്യാപ്പ് ഇടുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ റൗണ്ട് ബ്ലേഡാണ് ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ വലിയ പുല്ല് ചെത്താനുള്ള ബ്ലേഡാണ് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. വാഷർ ഇടുക, അതിൻ്റെ മുകളിൽ സേഫ്റ്റി ലോക്ക് ഇടുക. എന്നിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അടിയിൽ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ടൈറ്റ് ആവില്ല. വല്ലാതെ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്താൽ അതിൻ്റെ ത്രെഡ് കംപ്ലൈൻ്റ് ആവും. ഇത്രയും ടൈറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് വലിയ പുല്ലൊന്ന് ചെത്തി നോക്കാം. വാ. അപ്പോൾ നമ്മൾ വലിയ പുല്ല് ചെത്താൻ ഉദ്ഘാടനം ചെയ്യാണ്. ഇവിടെ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ ബ്ലേഡേ നമ്മൾ ഇപ്പം ഇങ്ങനെയാണ് ഇട്ടത്. ഇനി ഒന്ന് തിരിച്ചിട്ട് നോക്കാം. നമ്മുടെ വലിയ പുല്ലൊന്നും ഇതുകൊണ്ട് ചെത്താൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഗാർഡനിലെ പുല്ല് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറമ്പിലെ പുല്ലൊന്നും ചെത്താൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും ഈ ബ്ലേഡ് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് പോർട്ടബിൾ ആണല്ലോ, അപ്പോൾ അത്ര പവർ അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഉണ്ടോ, ഇതൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ, എവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചെറിയ പുല്ല് ട്രൈ ചെയ്യാണ്. നമ്മൾ രണ്ട് സൈഡും ഇട്ട് നോക്കി. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത് ക്ലോക്ക് വൈസ് ആണ് അല്ലേ? ക്ലോക്ക് വൈസാണ് വരുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഇട്ട് നോക്കി. അപ്പോൾ ക്ലോക്ക് വൈസാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് ക്ലോക്ക് വൈസിലേക്ക് ഇടാം കേട്ടോ. നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ പുല്ലുകൾ
ഇത് ചക്ക ചീഞ്ഞ് കൊടുക്കും. അപ്പോൾ ഇത് സംഭവം കുഴപ്പമില്ല. പക്ഷേ വലിയ പുല്ല് പ്രതീക്ഷിച്ച് ആരും ഈ സാധനം മേടിക്കരുത്. അപ്പോൾ ഗാർഡനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു സാധനമാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ആരും മേടിക്കേണ്ട. 2700 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ആമസോണിൽ കിട്ടും. അപ്പോൾ സംഭവം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ, അത്ര മോശം സാധനമല്ല. പിന്നെ ഈ ബ്ലേഡൊക്കെ നമുക്ക് ഇവിടെ ലോക്കൽ മേടിക്കാൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇങ്ങനത്തെ ബ്ലേഡും മറ്റേ ബ്ലേഡും ലോക്കൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒരു സാധനം മേടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ വലിയ പറമ്പിലത്തെ ഒരുപാട് പുല്ലുണ്ടെങ്കിൽ അത് നമ്മൾ ആ വലിയ മെഷീൻ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ ഒരു മെഷീൻ വെച്ച് അതൊന്നും നടക്കില്ല. നമ്മളുടെ ഗാർഡനിലെ പുല്ലൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റും നിൽക്കുന്ന ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വൃത്തിയാക്കാം. അതിനൊക്കെ തന്നെ ഇത് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.